ഏട്ടാ, ഈ മാസം ദശമഭാഗം കൊടുത്തേക്കല്ലേ? തമാശ പറയാണോ? ഡ്യൂ ഒക്കെ അടയ്ക്കേണ്ടതല്ലേ? നമുക്ക് അടുത്ത മാസം നോക്കാം. ശരി. പണം നോക്കരുത് മോളെ. നിങ്ങൾക്ക് അത് നൽകിയ കർത്താവിനെ കുറിച്ച് ആലോചിക്കേ. കർത്താവിന് നൽകുന്നതിന് ഒരു വിശ്വാസി തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അടച്ചു വെച്ചിരുന്ന അനുഗ്രഹങ്ങളെല്ലാം തുറന്നു വരും മോളെ. നാം കർത്താവിന് കൊടുക്കുമ്പോൾ നിറഞ്ഞു കവിയുവോളം അനുഗ്രഹം കർത്താവ് നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ കൊടുത്തു നോക്കൂ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓരോ ആഴ്ചയും നല്ല വീട് എന്ന ഈ പരിപാടിയിലൂടെ കർത്താവ് അനേകം കുടുംബങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകി വരുന്നുണ്ട്. അനേകം കുടുംബങ്ങൾ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതിനായി ഞങ്ങൾ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സുഖവും ആരോഗ്യവും തന്ന് അധ്വാനിക്കാനുള്ള ബലം നൽകിയ കർത്താവിന് നമ്മുടെ വരുമാനത്തിന്റെ 1/10 ഭാഗം കൊടുക്കുക എന്നതാണ്. ദശാംശം എന്നത് കർത്താവിനുള്ളതാണ്. അത് കർത്താവിനെ പറ്റിച്ച് മനുഷ്യൻ എടുക്കരുതെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ദശാംശം കൊടുക്കുന്നതിൽ സത്യസന്ധത പാലിച്ചാൽ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധനായ മനുഷ്യനെ കർത്താവിൽ നിന്നും പരിപൂർണമായ അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയൂ. അതിനാൽ ദശാംശം കൊടുക്കുന്നതിൽ സത്യസന്ധത പാലിക്കുക, കർത്താവിൽ നിന്നും അനേകം പരിപൂർണ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നിങ്ങളുടെ വായേ പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ മനസ്സ് കാണിച്ചു തരുന്നുണ്ടല്ലോ. രണ്ടുപേരും നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആഡംബരങ്ങളും ഇല്ല. എന്നാലും നല്ലൊരു അനുഗ്രഹം നമ്മുടെ വീട്ടിൽ കാണാൻ കഴിയുന്നില്ല. നമുക്ക് മെച്ചം പിടിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏട്ടാ, ഈ പ്രശ്നം നമ്മളെ വിട്ടു പോവില്ലേ? ഓരോ ആഴ്ചയും ഓരോരോ പുതിയ പ്രശ്നങ്ങളാണല്ലോ. അടുത്ത വീട്ടിലെ അലക്സിനെ കണ്ടായിരുന്നോ? അവനൊരു കുഴപ്പമില്ല. ഇന്നലെ അവൻ സ്വന്തമായിട്ട് ഒരു കാറോട് വാങ്ങിച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അതല്ല, നമ്മുടെ വരുമാനോട് കമ്പയർ ചെയ്യുമ്പോൾ അവന്റെ വരുമാനം ഒന്നുമേ അല്ല. എന്നിട്ടും നന്നായിട്ട് ജീവിക്കുന്നു. നമ്മൾ ബുദ്ധിമുട്ടുന്നു. സത്യം തന്നെയാ. പുറത്തുനിന്ന് കാണുന്നവർക്ക് നമ്മള് കാശുകാരെ പോലെ തോന്നുന്നു. പക്ഷെ വീടിനകത്ത്. നമസ്കാരം. സുഖാണല്ലോ അല്ലേ? സുഖം തന്നെ. നിങ്ങളെ ഇടയായിട്ട് കാണാനേ കിട്ടുന്നില്ല. ചർച്ചിലേക്ക് വരാറില്ലേ? അതെന്താന്ന് വെച്ചാ കുറച്ച് ജോലിയൊക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ശരിക്കും എനിക്ക് വരാൻ സാധിക്കാഞ്ഞത്. അല്ല ബ്രദർ, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന സമയത്ത് ഞാൻ 100 രൂപ ദശമഭാഗം കൊടുത്തിരുന്നു. 10,000 രൂപ ശമ്പളം വാങ്ങിച്ചപ്പോൾ ഞാൻ 1000 രൂപ ദശമഭാഗം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴേ 1 ലക്ഷം രൂപയാണ് എൻ്റെ ശമ്പളം. അപ്പം ഞാൻ 10,000 രൂപ ദശമഭാഗം ചെയ്യണ്ടേ? ശരിയല്ലേ? അതെ. അതിലെന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? പക്ഷേ 10,000 രൂപ കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സങ്കടം പോലെ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ശരി, ഞാൻ പ്രാർത്ഥിക്കാം. വളരെ നന്ദി.
എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ആ, 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 അതെ ബ്രദർ, വളരെ സിമ്പിളാ. കർത്താവേ, ഈ സഹോദരന് വീണ്ടും ഇദ്ദേഹത്തിന്റെ ശമ്പളം 10,000 ആക്കി മാറ്റണേ. എങ്കിലേ ഇദ്ദേഹം പൂർണ്ണ മനസ്സോടെ 1000 രൂപ ദശമഭാഗം തരുമെന്ന് പ്രാർത്ഥിക്കാം. വേണ്ട 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 വേണ്ട. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ മര്യാദയ്ക്ക് 10,000 തന്നെ തന്നേക്കാം. എന്നാ ശരി, ഞാൻ പോവാ. ആ, സന്തോഷം. സഭയിൽ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പ്രശ്നം എന്താന്ന് നിനക്കറിയാവോ? ഇല്ലച്ചാ, പക്ഷെ ഏട്ടൻ പറയുന്നത് മുഴുവൻ സത്യ. ഒന്നും ലാഭിക്കാനേ പറ്റുന്നില്ല. വരുമാനം വരുന്നുണ്ട്, അത് ചെലവാവുകയും ചെയ്യുന്നു. എന്താ പ്രശ്നം കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. മരുമോന് വേറെന്തെങ്കിലും ശീലങ്ങള്? അങ്ങനെയൊന്നും ഇല്ലച്ചാ. അങ്ങനെയാണെങ്കിൽ പ്രശ്നം എന്തുകൊണ്ടാണെന്ന് വെച്ചാ, നിങ്ങൾ മര്യാദയ്ക്ക് കർത്താവിന് ദശമഭാഗം അർപ്പിക്കാറുണ്ടോ? കൊടുത്തിരുന്നു, പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നത്തിന്റെ കാരണം. അച്ഛൻ എന്തായി പറയുന്നേ? അതേ മോളെ, ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഈ അച്ഛനും ഒരിക്കലുണ്ടായിരുന്നു. അപ്പോ അങ്കിൾ, ദശമഭാഗം കർത്താവിനുള്ളതാണ്. അതൊരിക്കലും നമ്മൾ കൈവശം വെക്കരുത്. അത് നമ്മൾ സൂക്ഷിക്കുന്നത് വലിയ അപരാധമാണ്. മലാഖി 3:8 മുതൽ 10 വരെ, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്തിലാണ്? ദശാംശത്തിലും വഴിപാടിലും തന്നെ എന്ന് വേദപുസ്തകത്തിലുണ്ട്. അങ്കിൾ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താന്ന് വെച്ചാ, ദൈവത്തെ തന്നെ പരീക്ഷിച്ചു നോക്കുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രമേ ബൈബിളിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് ദശാംശം തീർച്ചയായും കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാഴ്ചെലവുകൾ, വൈദ്യ ചെലവുകൾ, വാഹനത്തിനായി ചെലവ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചെലവ് വന്നുകൊണ്ടിരിക്കും. കാരണം ദൈവത്തിന്റെ പണം മോഷ്ടിച്ച കുറ്റവാളികളായി തീരുകയാണ് നമ്മൾ. ദശമഭാഗം കൊടുക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കൂടുതൽ പണം കൊടുക്കണമെന്ന് വരുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നിങ്ങൾ അല്പമുള്ളതിൽ സത്യസന്ധത കാണിക്കുമ്പോഴാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ധാരാളം ഉള്ളപ്പോഴും സത്യസന്ധത കാണിച്ചാൽ കൂടുതലായിട്ട് അവൻ അനുഗ്രഹിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിർബന്ധപൂർവം വിഷമത്തോടെ കൊടുക്കരുത്. സന്തോഷത്തോടെ കൊടുത്തു നോക്കൂ അങ്കിൾ. ഇന്ന് ധാരാളം പേർ ചെയ്യുന്ന തെറ്റ് ഇതാണ്. കർത്താവ് എന്തെങ്കിലും നൽകുമ്പോൾ വളരെ സന്തോഷിക്കും, പക്ഷെ കർത്താവിനായിട്ട് കൊടുക്കുമ്പോൾ മനസ്സ് വേദനിക്കും. പക്ഷെ കർത്താവിന് കൊടുക്കുമ്പോഴാണ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് പരിപൂർണ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് അവർക്കറിയില്ല. അങ്കിള് ശമ്പളം കിട്ടുന്നതാണ് നോക്കുന്നത്. ഞാൻ അത് നൽകുന്ന കർത്താവിനെ നോക്കാനാണ് പറയുന്നത്. കൊടുപ്പിൻ, അപ്പോൾ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ലേ? ദശാംശം കൊടുക്കുന്നതിൽ മാത്രം നമ്മൾ കബളിപ്പിക്കരുത് അങ്കിൾ. മാലതി, ദശമഭാഗത്തിൽ മാത്രം ഉപേക്ഷ വിചാരിക്കരുത്. അത് വലിയ തെറ്റാണ്. നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ശക്തി തരുന്നത് തന്നെ ആ ദൈവമല്ലേ. അതുകൊണ്ട് ഇത്രയും കൊടുക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത്. സന്തോഷമായിട്ട് കൊടുക്ക്. പണത്തെക്കുറിച്ച് ആലോചിക്കാതെ അത് നിങ്ങൾക്ക് തരുന്ന കർത്താവിനെ കുറിച്ച് ആലോചിക്കുക. കർത്താവിന് നൽകുന്ന കാര്യത്തിൽ ഒരു വിശ്വാസി ശരിയായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അടച്ചു വെച്ചിരുന്ന അനുഗ്രഹമെല്ലാം പുറത്തേക്ക് എത്തുന്നതായിരിക്കും. സത്യത്തിൽ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. മരുമോൻ വന്ന ഉടനെ അവനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ആദ്യം നിങ്ങൾ ഇത് ശരിയാക്കാൻ നോക്ക്. അനുഗ്രഹമെല്ലാം താനേ കിട്ടുമെന്നേ. മനസ്സിലായോ മോളെ? ശരിയച്ചാ. ആ, വാ പോ. ഏട്ടാ, ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം പറഞ്ഞു തന്നു. അതെ ഏട്ടാ, നമ്മള് ദശമഭാഗം കൊടുത്തില്ലല്ലോ, അതാ പ്രശ്നമെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ കയ്യിൽ കാശ് നിൽക്കുന്നില്ല. ഞാൻ എന്താ ചേച്ചി ചെയ്യുക? രഞ്ജിത്ത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ദശാംശം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ എന്റെ അടുത്ത് അതല്ലാതെ വേറെ കാശില്ലായിരുന്നു. എങ്കിലും ഞാനത് കൊടുത്തു. അപ്പോ എന്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ല. വൈകുന്നേരം ഞാൻ കടയിലേക്ക് പോയി. ഒരു മുത്തശ്ശി എന്നെ വിളിച്ച്, ദാ
ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ എന്തോ ഒന്ന് തന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോ ഞാൻ ദശാംശം കൊടുത്ത അതേ തുക അതിലുണ്ടായിരുന്നു. ഉടനെ ഞാൻ ആ മുത്തശ്ശിയെ അന്വേഷിച്ചു. അവരെ കാണാനില്ല. എനിക്ക് ആ സമയത്ത് കരച്ചിലാ വന്നത്. രഞ്ജിത്ത്, കർത്താവിന് കൊടുക്ക്. അവൻ നേരുള്ളവനാണ്. അവൻ നിങ്ങളെ വഴി നയിക്കും. നീ പറഞ്ഞ ശരിയാ. എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന്. ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മളെടുത്ത് ചെലവ് ചെയ്തുവെന്ന്. ഛേ, ഏട്ടാ, ഈ മാസം ദശമഭാഗം കൊടുത്തേക്കല്ലേ? നീ തമാശ പറയണോ? ഡ്യൂ ഒക്കെ അടയ്ക്കേണ്ടതല്ലേ? അടുത്ത മാസം കൊടുക്കാം. ശരി ഏട്ടാ, ഈ മാസെങ്കിലും ദശമഭാഗം കൊടുത്തേക്കാം. ഒന്ന് നിക്കേ. നീ എന്തിനാ ധൃതി പിടിക്കുന്നേ? ഈ മാസം നമുക്ക് ഡ്യൂ അടയ്ക്കാം. അടുത്ത മാസം നമുക്കത് കൊടുക്കാവുന്നേ. നമ്മൾ കാശ് കൊടുത്തില്ലെങ്കിൽ എന്താ ദൈവം ദേഷ്യപ്പെടാൻ പോകുന്നോ? അടുത്ത മാസം പല മാസങ്ങൾ കഴിഞ്ഞു. ഇനി ശമ്പളം കിട്ടിയ ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിനുള്ള പങ്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഉം. നമ്മുടെ ആവശ്യത്തിനുണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദൈവം സത്യവാനാണ്. അദ്ദേഹം നമ്മളെ നോക്കിക്കോളും. ഏട്ടാ, ഈ മാസെങ്കിലും ദശമഭാഗം. ഉറപ്പായിട്ടും. ഇനി സംശയിക്കേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് ഡ്യൂ അടയ്ക്കാനുള്ളതല്ലേ? അതൊക്കെ ദൈവം നോക്കിയോളും. ദൈവത്തിന് പങ്ക് നമ്മൾ കൊടുത്തു തന്നെ ആകണം. ഇനി നമ്മൾ ആ തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ? ശരി. എന്താ എല്ലാവരും ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? ദശാംശം കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയില്ലേ? ഗോത്രത്തലവനായിരുന്ന അബ്രാം പോലും പുരോഹിതനായിരുന്ന മൽക്കീസേദെക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാരെ തോൽപ്പിച്ച് കൊള്ളയടിച്ച സമ്പത്തിലും അബ്രാം ദശാംശം നൽകി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നും. വേദവചനം കേൾക്കുക മാത്രമല്ല, അതിന് കീഴടങ്ങുമ്പോഴാണ് നമുക്ക് പരിപൂർണ അനുഗ്രഹം ലഭ്യമാവുക. ഇപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നതിനായി സഹോദരി ജോയ്സ് ലാസറസ് അവർകൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. ദൈവം ഇന്ന് ഈ ഒരു പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം നല്ല ഒരു നാടകമാണ് നമ്മൾ കണ്ടത്. ദശാംശം ഒരിക്കലും മോഷ്ടിക്കരുത് എന്നുള്ളത് ഒരു നല്ല നാടകമാണ് നമ്മൾ കണ്ടത്. ആ നാടകത്തിലൂടെയും കർത്താവ് നമ്മോട് സംസാരിച്ചു. വേദവചനത്തിലൂടെയും കർത്താവ് നമ്മോട് സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ദശാംശം ഒരിക്കലും മോഷ്ടിക്കരുത്. അനേകം പേര് ദശാംശവും കാണിക്കയും എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ആ സമയത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും ചെലവ് വന്നാൽ ഉടനെ അതിൽ നിന്ന് കാശെടുക്കും. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് എടുക്കരുത്. പരമാവധി ദശാംശത്തിനായി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അങ്ങനെ എടുത്താൽ അത് ഉടനെ തന്നെ തിരികെ വെച്ച് മറക്കാതെ അത് ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. ദശാംശം ഒരിക്കലും സ്വന്തം കാര്യത്തിനായി ചിലവാക്കരുത്. ദശാംശത്തിൽ ഒരിക്കലും കൈവയ്ക്കരുത്. ദശാംശം നിങ്ങൾ കൊടുക്കണം. കൊടുത്താലാണ് അത് അനുഗ്രഹം. എന്റെ പ്രിയപ്പെട്ടവരെ, മലാഖി 3:10 എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ദശാംശം കൊടുക്കണമെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളിൽ ഒന്നായ അതിന് നാം കീഴടങ്ങണം. ദശാംശം കൊടുക്കാതെ കർത്താവിന്റെ കൽപ്പനകൾക്ക് നാം കീഴടങ്ങാതിരുന്നാൽ അത് നമ്മളുടെ ജീവിതത്തിൽ പാപമായി തീരും. ചുരുങ്ങിയത് നമ്മുടെ വരുമാനത്തിന്റെ 1/10 നാം ദശാംശമായി മാറ്റിവെച്ച് അത് കർത്താവിന് കൊടുക്കേണ്ടതാണ്. ദശാംശം നാം കൊടുക്കാതിരുന്നാൽ
അത് നമ്മുടെ ജീവിതത്തിൽ ശാപമായി തീരും. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെയും ജീവിതത്തെയും ബാധിക്കും. ദശാംശം കൊടുക്കാത്തതിനാൽ ധാരാളം കുടുംബങ്ങൾ ശാപത്തിനിരയായിട്ടുണ്ട്. അതിനെക്കുറിച്ച് മലാഖി 3:8-9 വചനങ്ങൾ നാം വായിച്ചു നോക്കിയാൽ, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നു. ദശാംശം എന്ന കാണിക്ക നമ്മൾ കൊടുക്കണം. അങ്ങനെ ദശാംശം എന്ന കാണിക്ക നാം കർത്താവിന് കൊടുത്താൽ കർത്താവ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകും. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മലാഖി 3-10 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം കൊണ്ടുവരുവിൻ. നാം കർത്താവിന് നൽകുമ്പോൾ നിറഞ്ഞു കവിയുവോളം അനുഗ്രഹം ദൈവം നമുക്ക് നൽകി നമ്മളെ കാത്തുകൊള്ളും. നിങ്ങളത് കൊടുത്തു നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിനായി കൊടുക്കണം. ദശാംശം കാണിക്കയായി കൊടുക്കണം. വരുമാനത്തിന്റെ 1/10 കർത്താവിനായി കൊടുക്കണം. നമ്മുടെ വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നോ അതിന്റെ 1/10 കർത്താവിന് കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനിൽ കർത്താവ് പ്രിയമായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ നല്ലോണം കർത്താവിനോട് പ്രിയമുള്ള സഹോദരനായിരുന്നു. ബിസിനസ് ചെയ്തിരുന്നു, കച്ചവടം നടത്തിയിരുന്നു, നല്ല വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, കേക്ക് ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം ശുശ്രൂഷകർ ആ കടയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ നല്ല അനുഗ്രഹവും ഉണ്ടായിരുന്നു. ആ കടയിൽ ദിവസവും ഉണ്ടായിരുന്ന കച്ചവടവും നല്ല അനുഗ്രഹമുള്ളതായിരുന്നു. കടയിൽ നല്ല കച്ചവടം നടന്നു. ഓരോ ദിവസവും അത് മുന്നേറിപ്പോയിക്കൊണ്ടേയിരുന്നു. നാട്ടുകാരെല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരുന്നു. ആ കട വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വളരെ നല്ല രീതിയിലാണ് ആ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ മാസവും കാണിക്ക കൊണ്ടുവന്ന് തന്ന് സഹോദരന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം മുതൽ ആ സഹോദരൻ വരുന്നത് നിർത്തി. കാണിക്കയും കൊണ്ടുവന്നില്ല. പിന്നെ എന്തായിന്ന് വെച്ചാ പതുക്കെ ദശാംശം കൊടുക്കുന്നതും നിർത്തി. നാം അങ്ങനെ ചെയ്യാൻ പാടില്ല. കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങണം. കീഴടങ്ങുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക. ദശാംശം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാപമുണ്ടാകും. നാം കർത്താവിനെ വഞ്ചിക്കരുത്, പറ്റിക്കാൻ പാടില്ല. ദശാംശം കൊടുക്കണം. അങ്ങനെ ആ സഹോദരൻ പെട്ടെന്നൊരു ദിവസം മുതൽ ദശാംശവും തന്നില്ല, വരുന്നതും നിർത്തി. അതുപോലെ തന്നെ ശുശ്രൂഷയ്ക്കായി വരുന്നതെല്ലാം നിർത്തി. കടയിലേക്കും ശുശ്രൂഷകർ പോകുന്നില്ല. അവസാനം ആ ബിസിനസ് നഷ്ടമായി. സൂപ്പർ മാർക്കറ്റും നിർത്തേണ്ടി വന്നു. ബിസിനസ്സിൽ അനുഗ്രഹമില്ല. ദശാംശം കൊടുക്കുന്നതിൽ വഞ്ചിക്കരുത്, പറ്റിക്കരുത്. ദശാംശം കൊടുക്കുന്നതിൽ പറ്റിച്ചാൽ നമുക്ക് ശാപമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ശാപം വരും. അതേപോലെയാണ് ആ സഹോദരന്റെ ജീവിതത്തിലും സംഭവിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സഹോദരൻ ശുശ്രൂഷയ്ക്കായി ദശാംശം കൊണ്ടുവന്നില്ല. എന്നിട്ട് ഒടുവിൽ ബിസിനസ്സിൽ നഷ്ടമായി. ഒരു പുരോഗതിയുമില്ല. എല്ലാം നഷ്ടത്തിലായി. ദശാംശം കൊടുക്കുന്നതിൽ നേര് കാണിക്കണം. ദശാംശം തീർച്ചയായും കർത്താവിന് കൊടുക്കണം. ഓരോ മാസവും അത് എടുത്തു വെച്ച് നാം കർത്താവിനായി അത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കൊടുക്കുന്നവർക്ക് കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും എന്ന് വാക്ക് തരുന്നുണ്ട്. നാം കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും, നാം ചെയ്യുന്ന ബിസിനസിനെ അനുഗ്രഹിക്കും, അഭിവൃദ്ധിപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനായി കൊടുക്കണം. ദശാംശം തീർച്ചയായും കൊടുക്കണം. ദശാംശത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്, കബളിപ്പിക്കരുത്. ദശാംശം കൊടുക്കാതെ നാം കർത്താവിനെ വഞ്ചിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാപമുണ്ടാവും. നാം കർത്താവിനായി കൊടുത്ത് കർത്താവ് കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കണം. നാം അങ്ങനെ കർത്താവിനായി ദശാംശം കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജോലിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ അഭിവൃദ്ധിപ്പെടുത്തും. നാം കർത്താവിനായി ദശാംശം കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേക്ക് നന്ദിയർപ്പിക്കുന്നു. യേശുവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. കർത്താവേ,
കർത്താവെ, ഈ വേളയ്ക്കായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ. പരിശുദ്ധാത്മാവാണ് അങ്ങ്. ഞങ്ങളോട് സംസാരിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. അപ്പോൾ സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നങ്ങ് പറഞ്ഞിട്ടില്ലേ കർത്താവേ? കർത്താവെ, ദശാംശം എന്ന കാണിക്ക കർത്താവെ ഞാൻ അങ്ങേക്ക് നൽകുന്നതിനായി, മക്കൾ എടുത്തു വെച്ചിരിക്കുന്ന കാണിക്ക നേരോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നതിനായി ഇവരെ സഹായിക്കണമേ. അങ്ങേക്കായി നൽകുവാനുള്ള മനസ്സ് ഇവർക്കുണ്ടാകണമേ. ദശാംശം നൽകുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വഞ്ചിക്കാതിരിക്കുന്നതിനായി, അങ്ങയുടെ അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കുന്നതിനായി, യാതൊരുവിധ ശാപവും ഇവരുടെ ജീവിതത്തിൽ വരാത്ത വിധം കർത്താവെ, അങ്ങയുടെ മക്കളോടൊപ്പം പരിശുദ്ധാത്മാവ് സംസാരിക്കണേ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കാൻ സഹായിക്കണമേ. ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കണമേ. ഇവർ ദശാംശം നൽകട്ടെ. അങ്ങ് കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കണേ. ദുഷ്ടനായ പിശാച് അവർക്ക് തടസ്സം നിൽക്കാത്ത വിധം ശുശ്രൂഷയ്ക്കായി നൽകാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുന്ന സാത്താന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. അത് നശിച്ചു പോകട്ടെ. ശുശ്രൂഷയ്ക്കായി നൽകണം, ദശാംശം നൽകണമെന്നുള്ള വാഞ്ചയും ദാഹവും അങ്ങയുടെ ഈ മക്കളിൽ അങ്ങ് ഉണ്ടാക്കണമേ. മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു മാറട്ടെ കർത്താവെ. കർത്താവെ, അങ്ങേക്കായി ദശാംശം കൊണ്ടുവരുമ്പോൾ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആത്മീയ ജീവിതത്തിലും ലൗകികമായ കാര്യങ്ങളിലും ഓരോ കാര്യത്തിലും ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. ഇവർക്കുള്ള നന്മകൾ അങ്ങ് കൽപ്പിച്ചരുളേണമേ. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ദശാംശം കർത്താവിനായി എപ്പോഴും സമർപ്പിക്കേണ്ടതാണ്. ദശാംശം തീർച്ചയായും എല്ലാവരും തന്നെ മുടങ്ങാതെ കൊടുക്കണം. നാം അത് കർത്താവിനെ വഞ്ചിച്ച് എടുത്തു മാറ്റരുത്. ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ എന്നാണ് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നാം കർത്താവിന് ദശാംശം കൊടുക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രീതിയുള്ളവനാകുന്നു. ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയും. നിറഞ്ഞു കവിയുവോളം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്ന് നമ്മെ കാത്തു സംരക്ഷിക്കും. നമ്മുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും, മക്കളെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇന്നേ വരെ നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്ന് അനുഗ്രഹിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശം നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റെഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.